ഏവർക്കും നമസ്കാരം. എം ഗോവിന്ദൻ എഴുതിയ അറിവിൻ്റെ ഫലങ്ങൾ എന്ന ലേഖനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. മഞ്ഞും മണ്ണും ലയിപ്പിച്ചാണ് യഹോവയായ ദൈവം ആദത്തിനെ സൃഷ്ടിച്ചത്. ആദം ഒറ്റയ്ക്കാവരുതെന്ന് കരുതി അവൻ്റെ ഒരു വാരി എല്ലെടുത്ത് ഹവ്വയെ സൃഷ്ടിച്ചു. അവൻ്റെ ഇണയാക്കി. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഏദൻ തോട്ടവും ഉണ്ടാക്കി. തോട്ടത്തിൽ നിറയെ ഫലവൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നട്ടു. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും തോട്ടം കാത്തു സംരക്ഷിക്കാനും ദൈവം ആദത്തിനോടും ഹവ്വയോടും പറഞ്ഞു. ഒരു കാര്യം ദൈവം ആവശ്യപ്പെട്ടു: അറിവിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന്. പിന്നീട് അധികാരത്തിൽ വന്ന എല്ലാവരും ഇതുതന്നെയാണ് ആവർത്തിച്ചത്. ആസ്തികന്മാരും നാസ്തികന്മാരും ഒരുപോലെ അത് ആവർത്തിച്ചു. കാരണം അറിവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമെന്ന ഭീതിയാണ് അവർക്ക്. കൂടുതൽ സ്വാതന്ത്ര്യം തങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അടിമത്തത്തിൽ നിന്ന് അവരെ മോചിതരാക്കും. വേദഗ്രന്ഥത്തിലെ ഉൽപ്പത്തിയിൽ അന്വേഷിച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം കണ്ടെത്താൻ കഴിയും. അറിവിൻ്റെ ഫലം തിന്നതു നിമിത്തം ആദ്യം സംഭവിച്ച അപകടത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്: സ്വർഗരാജ്യത്തെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, പക്ഷേ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ ഫലം തിന്നരുതെന്നാണ്. തിന്നാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. മനുഷ്യന് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്, ഒരേ ഒരു നിരോധന ഉത്തരവേയുള്ളൂ. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ വയലിൽ ചെടിയൊന്നും ഉണ്ടായിരുന്നില്ല, സസ്യങ്ങളൊന്നും മുളയ്ക്കുകയോ മഴ പെയ്യുകയോ ചെയ്തിരുന്നില്ല. മനുഷ്യർക്ക് നിലത്തു വേല ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്ന് പൊങ്ങിയ മഞ്ഞിൽ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതിയാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നീട് യഹോവയായ ദൈവം കിഴക്കേ ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ഭംഗിയുള്ള തിന്നാൻ പറ്റിയ ഫലങ്ങളുള്ള ആ തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നിലത്തുനിന്ന് മുളപ്പിച്ചു. ദൈവം മനുഷ്യനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോലി ചെയ്യാനും അതിനെ കാത്തു സംരക്ഷിക്കാനും പറഞ്ഞു. തോട്ടക്കാരൻ ഇണയറ്റവനാകാതിരിക്കാൻ ഹവ്വയെ സൃഷ്ടിച്ചു കൂട്ടിന് നൽകി. ഇരുവരും നഗ്നരായിരുന്നുവെങ്കിലും അവർക്ക് നാണം തോന്നിയിരുന്നില്ല. പിൽക്കാലത്ത് ഒമർഖയാം ആഗ്രഹിച്ചതുപോലെ കൊതികൊണ്ട് നുണഞ്ഞു ഭക്ഷിക്കാൻ മധുരഫലങ്ങളും കാണാൻ കൗതുകരംഗങ്ങളും അരികിൽ കൊഞ്ചിക്കൊണ്ട് ഒരു സുന്ദരീരത്നവും സംരക്ഷിക്കാൻ കരുണാമയനായ ദൈവവും എല്ലാം ആദമിനുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ആദം ദൈവത്തെ ധിക്കരിച്ചു. ആദമിന് പറയാൻ ന്യായങ്ങളുണ്ടായിരുന്നു. ഭക്ഷണത്തിന് കുറവോ ലൈംഗിക ദാരിദ്ര്യമോ ഭയക്കാനുള്ള കാര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം അസ്വതന്ത്രനായിരുന്നു. നന്മ തിന്മ വിവേചനം അവന് വേണ്ട എന്നായിരുന്നു ഈശ്വരമതം. ആ ഈശ്വര ശാസനം ആദാമിൻ്റെ മനസ്സിൽ എരിപൊരി കൊണ്ടു. അവരുടെ ജീവിതം ഈശ്വരൻ ചിട്ടപ്പെടുത്തിയതാണ്. യാതൊരു വൈവിധ്യവും ഇല്ല. രാവും പകലും യാതൊരു പ്രത്യേകതയുമില്ലാതെ അത് നീങ്ങുന്നു. അവർ അടിമകളായിരുന്നു, ആജ്ഞാനുവർത്തികളായിരുന്നു, ആത്മാവില്ലാത്തവരും ആഹാരവിഹാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടവരും ആയിരുന്നു. ആദമിന് അനുഭവപ്പെട്ട അസ്വതന്ത്രതയാണ് ദൈവത്തിനെ ധിക്കരിക്കുന്നതിന് കാരണമായത്. തന്നെ ധിക്കരിച്ചവരെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് ആട്ടിയകറ്റി. നിന്റെ ഭാര്യയുടെ വാക്കുകേട്ട് തിന്നരുതെന്ന് ഞാൻ വിലക്കിയ ഫലം തിന്നതുകൊണ്ട് നീ കാരണം ഭൂമി ശപിക്കപ്പെട്ടു. നീ നിന്റെ ജീവിതകാലം മുഴുവൻ ഭൂമിയെ അധ്വാനിച്ച് കഴിയുക. മുള്ളും പറക്കാരയും ഭൂമിയിൽ മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. പൊടിയിൽ നിന്ന് ജന്മം കൊണ്ട നീ പൊടിയിൽ തിരികെ ചേരും. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുന്നതിന് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. അറിവിൻ്റെ ഫലം ആഹരിച്ച മനുഷ്യന് നേരെ വാതിലുകൾ കൊട്ടിയടച്ച് സ്വർഗത്തിൽ നിന്നവനെ പുറത്താക്കി. ആദമും ഭാര്യയും അശരണരായി. ഇതികർത്ത വ്യഥാമൂഢരായി സ്വർഗത്തിൽ നിന്നുള്ള അഭയാർത്ഥികളായി അലഞ്ഞു. സ്വാതന്ത്ര്യം ആശിച്ചതുകൊണ്ട് അവർക്ക് കുരിശു ചുമക്കേണ്ടി വന്നു. സന്താന പരമ്പരകളും അതനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഈ പാപത്തിന് പ്രായശ്ചിത്തവും സമാശ്വാസവും ഉണ്ടെന്ന് അവരറിഞ്ഞു. തിന്നത് അറിവിൻ്റെ ഫലമായതുകൊണ്ട് നന്മ തിന്മ വിവേചന ബോധവും ഉണ്ടായി. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തികവും മികവും മനുഷ്യന് തന്നെയാണ്. ആദമിൻ്റെ സ്വാതന്ത്ര്യം രണ്ട് ലോകങ്ങളുടെ അതിർവരമ്പുകളെ കീറിയിട്ടു.
സ്വർഗരാജ്യത്തിൻ്റെ അസ്തമയവും മനുഷ്യരാജ്യത്തിൻ്റെ ഉദയവും ഉണ്ടായി. ഉദ്യാനപാലകൻ കൃഷിക്കാരനായി. പൊടിയിൽ പിറന്നവൻ പൊടിയിൽ നട്ടുനനച്ചുണ്ടാക്കി. ഇഷ്ടമുള്ളത് കൃഷി ചെയ്തുണ്ടാക്കാം. ആടുകളെ മെരുക്കി പാൽ കറന്നെടുക്കാം. കർഷകനായി കാരണവരായ അനുഭവങ്ങളുടെ കർത്തവ്യാസ്വാദനവുമായി കഴിയാം. മുഖത്തെ വിയർപ്പ് ചീന്തിയുണ്ടാക്കിയ ഫലങ്ങൾക്ക് പുതിയ സ്വാദും പോഷണവും ഉണ്ടായി. ആദമിൻ്റെയും ഹവ്വയുടെയും ഐതിഹ്യം സാമൂഹ്യ പ്രാധാന്യമുള്ളതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഉൽപ്പത്തിയോടൊപ്പം അത് മാനവ സമുദായത്തിൻ്റെ ഉൽപ്പത്തിയെയും കുറിക്കുന്നു. ആദം സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതനായ ശേഷമാണ് വിത്തെറിഞ്ഞത്. അതിനു മുൻപ് ആ വിദ്യ അറിയില്ലായിരുന്നു. ഇത് ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു. ഭക്ഷണ ശേഖരണ കാലത്തു നിന്ന് ഭക്ഷണോൽപാദന കാലത്തിലേക്കുള്ള മാറ്റം. ആദം നബി 2 തരത്തിലുള്ള ഉൽപാദകനായി. ഭൂഗർഭത്തിലും ഹവ്വാഗർഭത്തിലും വിത്ത് വിതച്ചു. മണ്ണിൽ നിന്ന് ഇലയും കായും പൂവും കിഴങ്ങും മനുഷ്യൻ എടുക്കുന്നു. പെണ്ണിൽ നിന്ന് പിഞ്ചുകിടാങ്ങളെയും. ഏദൻ തോട്ടത്തിലെ വൃക്ഷങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ആദമിനെ ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ഹവ്വയെ അവൻ്റെ വാരിയെല്ലുകൾ കൊണ്ട് സൃഷ്ടിച്ചു. ഭൂമിയിൽ ഈ 2 വിദ്യയും ആദമിനും ഹവ്വയ്ക്കും സാധിച്ചു. അറിവിൻ്റെ ഫലം തിന്നതുകൊണ്ടാണ് അത് സാധിച്ചത്.